കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഇത് രാത്രിയിൽ നിങ്ങൾ ഇവിടെ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. Tonight it is not you have come here, but the Lord has brought you here. നിങ്ങളോട് കൊണ്ടുവന്നത് നിങ്ങൾ വന്നതുപോലെ മടങ്ങിപ്പോകുവാനല്ല, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കാനായിട്ടുണ്ട്. You have been brought here not to go back as you have come. Tonight the Lord is willing to do something specific and tangible in your life. ഈ വാക്കുകളെ ദൈവത്തിന് ആലോചനയായി എടുക്കുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ തീർച്ചയായും നാം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു രാത്രിയായി മാറും. If we consider these words as the counsel of God, not words spoken by human beings, as the word of God says, tonight you are going to experience miracles, wonders in your personal life. ഇന്ന് രാത്രിയിൽ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി സങ്കീർത്തനം 79-ാമത്തെ സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കും. For meditation tonight, let us turn the Bibles to Psalm 79. Read verse number 11. Let the sighing of the prisoner come before thee. According to the greatness of thy power, preserve thou those that are appointed to die. ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുൻപാകെ വരുമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവേ, മരണവിധിയിലായിരിക്കുന്നവരെ വിടുവിക്കണമേ. O Lord, deliver them who are appointed to die. നമ്മുടെ ദൈവം നമ്മുടെ വിധിയെ മാറ്റി എഴുതുന്നൊരു ദൈവമാണ്. Ours is a God who is making amendment to our decree. നാം ശ്രദ്ധിച്ചാൽ പലയിടങ്ങളിലും ജനം രണ്ടു വരിയായി നിൽക്കുന്നത് കാണാൻ കഴിയും. We notice in different places people follow two lines or two queues. പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിൽ തോൽവിയടഞ്ഞ ഭടന്മാരെ രണ്ടായി തിരിക്കും. In the time past, the soldiers who were defeated in battles would be categorized into two. അടിമപ്പണിക്കായി തിരഞ്ഞെടുക്കുന്നവരെ ഒരു വശത്തും കൊന്നുകളയേണ്ടതിനായി മറ്റുള്ളവരെ മറുവശത്തും. For servitude, one group would be placed to one side, and to be slain, the another group is kept to the other side. എന്തോ ഒരു ക്രൂരതയാണിത്! What a brutal creature it is. ആശുപത്രികൾ ചെന്നാൽ സുഖം പ്രാപിച്ചു വരുന്നവർ ഒരു കൂട്ടർ. When we visit hospitals, one group attains healing, coming back successfully. മറ്റൊരു കൂട്ടർ ചികിത്സ ഫലിക്കാതെ മരണം കാത്തു കിടക്കുന്നവർ. The other group, this treatment proves to be futile, they are waiting for death. ഇതൊരു ദയനീയമായ കാഴ്ചയല്ലേ? Isn't it a miserable sight? പ്രധാന ജയിലുകളിൽ ചെന്നാൽ സ്ഥിതി എന്താണെന്നോ? When you visit primary prisons, what is the state prevailing there? അവിടെ കുറ്റവാളികളെ പാർപ്പിക്കുവാൻ രണ്ടു തരം സെല്ലുകളുണ്ട്. There are two kinds of cells which are kept there in order to detain the accused. ഒന്നിൽ തടവ് ശിക്ഷ പൂർത്തിയാക്കി സ്വതന്ത്രരാകാവുന്നവർ. In the one cell you can find people completed their detainment, going to be freed. മറ്റു സെല്ലുകളിൽ തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ട് മരണദിനവും പ്രതീക്ഷിച്ച് കഴിയുന്നവർ. The other one, who are going to be executed, counting down the days, waiting for the day of execution. ഇത് നിർഭാഗ്യകരം എന്നല്ലാതെ മറ്റെന്ത് പറയുവാൻ? What else shall we say except being called unfortunate? ഈ സങ്കീർത്തനക്കാരോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ഇത് തന്നെയാണ്. Along with the psalmist tonight, this alone is our prayer as well. കർത്താവേ, മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. O Lord, according to the greatness of thy power, preserve thou those that are appointed to die. അതിന് ദൈവത്തിന് കഴിയും. For the same purpose, God is able. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ മരണപര്യന്തം അടിമകളായിരുന്നവരെ വിടുവിച്ചു. മരണഭീതിയിൽ നിന്ന് വിടുവിച്ചു, മരണത്തിൽ നിന്ന് വിടുവിച്ചു. Because Lord Jesus Christ abolished, destroyed death, who is the author of death. Lord Jesus Christ delivered the people who are under the fear of death, under the grip of death. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെയെങ്കിൽ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മഹാശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദയവായി കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Those who believe Lord Jesus Christ did 2000 years ago, even today he is able to do. Just now you have shouted hallelujah. തിരുവചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. The word of God says the wages of sin is death. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവന് നിത്യ ജീവൻ ഉണ്ടായിരുന്നു. When man was created,
he was enriched with immortal life. അഥവാ മരണമില്ലായ്മ അവനുണ്ടായിരുന്നു എന്നർത്ഥം. In other words, he did not have mortality. പക്ഷേ അവൻ പാപം ചെയ്തപ്പോൾ ശമ്പളമായി മരണമാണ് കിട്ടിയത്. No sooner did he commit sin than as a wages he got death only. ഡബിൾ ശമ്പളമായിരുന്നു. ശരീരത്തിന് മരണം, ആത്മാവിനും മരണം. It was a double wages, death in the physic, death in the soul. ഇന്നും പാപം ചെയ്യുന്ന മനുഷ്യ, നീ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുക എന്നുള്ള സത്യം അറിഞ്ഞുകൊള്ളണമേ. Even today the man who is committed sin, he have been sentenced to death. Keep in mind this truth. പാപം എന്നത് ഒരു തൽക്കാല ഭോഗം, അല്പകാലത്തേക്കുള്ള സുഖം, പിന്നെ തീർന്നു എന്ന് കരുതരുതേ. Don't consider sin is for a temporal pleasure, for a transitory comfort. ആരോഗ്യം ദൈവം തന്നത്, ബുദ്ധി ദൈവം തന്നത്, ആ വൈകല്യമില്ലാത്ത ശരീരം ദൈവം തന്നത്, ഈ മുക്കിലെ ശ്വാസം സൃഷ്ടാവിന്റെ ദാനം. The health God is given you, wisdom God is given you, a body that is not differently abled God is given you, even the breath you are breathing has been given by God. നാം ഇന്ന് ആയിരിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഇത് ദൈവത്തിന്റെ കരുണയുള്ള ദാനമാണ്. The present body that we possess today is nothing but the gift of the compassion of God. ഇന്ന് നിങ്ങളും ഞാനും ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാൻ കൊതിക്കുന്നവർ ലോകത്തിൽ ഏറെയുണ്ടെന്ന് ചിന്തിച്ചുകൊള്ളണം. Just keep in mind, millions of people who have the thirst to possess a physical condition as we have today. അയ്യോ, ഞാൻ ജനിച്ചപ്പോൾ ഈ രണ്ടു കാലുമില്ലാത്തവനായി ജനിച്ചല്ലോ, എനിക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുന്ന ഭാഗ്യം ജീവിതത്തിൽ ഇനി ലഭിക്കുകയില്ലല്ലോ. Alas, when I was born without two legs. I did not have the privilege to stand upon my feet. കൈകളില്ലാതെ ഞാൻ ജനിച്ചവളാണല്ലോ, എനിക്ക് ഈ പോകുന്ന ഈ കാണുന്ന മനുഷ്യരെ പോലെ ഇരുകരങ്ങളില്ലാതെ പോയല്ലോ. I was born without hands. Now I am not able to have hands like the people who possess hands as we see today. ഞാനൊരു അന്ധനായി ജനിച്ചു. എന്റെ കണ്ണിന്റെ കാഴ്ച പിന്നീട് എനിക്ക് ജനിച്ചപ്പോഴുണ്ടായിരുന്നു, പിന്നീട് നഷ്ടപ്പെട്ടു. ഓ, ഈ കാണുന്ന മനുഷ്യരെത്ര ഭാഗ്യവാന്മാർ, അവര് കാണുന്നതും ആസ്വദിക്കുന്നതൊന്നും എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. With some I was born blind. With some while they are born they get the sight. They are after lost sight. The present people who see everything visibly, alas, I am not able to see that because they lack of sight. നാം പറയുന്നത് ഒന്നും കേൾക്കാൻ കഴിയാത്ത കാതുള്ള, ഒരു വാക്കുപോലും വായുധം ഉച്ചരിക്കാൻ കഴിയാത്ത ഊമരായ പൊടിക്കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഞാൻ കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ? Beloved ones, I have visited schools where small children who are not able to hear anything, who cannot speak anything, they are accommodated in such education institutions. ഇവിടെ ഇരിക്കുന്നതിൽ ചിലർക്കെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കാമെങ്കിലും ഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ധന്യരാണ്. In this congregation, only a limited minority might suffer from this disability, but the vast majority, you will have this fear. In this respect, I am really prosperous. ഈ സുഖമുള്ള, ഈ വൈകല്യമില്ലാത്ത ശരീരം നമ്മുടെ പുണ്യത്തിന്റെ ഫലമാണോ? അല്ല, സൃഷ്ടാവിന്റെ ദാനം, കരുണ, ദയ, മനസ്സലിവ്. This physical body, sound and robust, hale and hearty, is it because of our greatness? No. It is nothing but the compassion, kindness, mercy, which is shape of God. അങ്ങനെ ഇരിക്കെ ഈ ശരീരം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് കാണും, ഇഷ്ടമുള്ളത് കേൾക്കും, എനിക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കും, ഇഷ്ടമുള്ളിടത്ത് പോകും വരും, എനിക്ക് ഇതിഷ്ടമുള്ളത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പാപം ചെയ്ത മനുഷ്യ, നീ ഓരോ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ? While being so, according to my fantasy, according to my idiosyncrasy, I will talk what I desire. I'll pay visit for place where I desire. I will act according to the desire of my hands. Beloved man, you are committed sin. Won't you be free from the clutches of death? അതെ, നീ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നുള്ളതായ സത്യം ഇന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി മനം തിരിയണമേ എന്ന് ദയുള്ള സ്നേഹമുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. Tonight, it is now, you have to realize the desperate state in which you are. Beloved, God beckons you, regret, come back to Him. നിന്റെ സൃഷ്ടാവും പരിപാലകനും എടിയാൽ തീരാത്ത നന്മകൾ നൽകുന്നവനുമായ ദൈവത്തിൽ നിന്ന് എന്നേക്കും വേർപെട്ട് നഷ്ടപ്പെടുന്ന ആ രണ്ടാം മരണം സംഭവിക്കാതിരിക്കട്ടെ. Forever and ever get separated from the compassion loving God your master. The second death should not ring upon you. By the grace of God, have this one. പാപം വിട്ട് മനം തിരിയുന്നില്ല എങ്കിൽ തീയും ഗന്ധവും കത്തുന്ന തടാകത്തിലേക്ക് ഒടുവിൽ നിപതിപ്പാനിടയാകും. Unless you refrain from sin, unless you repent and come back to the Lord,
and finally you will be pushed into the lake of fire, where brimstone fire shall be burning ever and ever. അവിടെ പുഴു ചാകുന്നില്ല, തീ കെട്ടുപോകുന്നുമില്ല. The worm never dies, the fire is never quenched there. കൂറ്റൻ തിരമാലയുള്ള തീജ്വാലയിൽ ഉയർന്നു പൊങ്ങി പിന്നീട് ആ നരകനടിത്തട്ടിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. It is in the fiery ocean, you can find the mammoth surges, waves of fire, they will be popped up and down, finally plunged to the deeper part of the sea of fire. രണ്ടാം നരകമായ ആ നരകത്തിലെ വാസം അത് വർഷങ്ങൾ ആ വിടുതലില്ലാതെ ദണ്ഡനം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. Hell, which is the second death, without any relief at all, unceasingly, ever and ever, he may have to undergo the torture and torment of the same. ഇതാണ് പാപത്തിന്റെ ശമ്പളമായ രണ്ടാം മരണം. Behold, this is the second death, which is the wages of sin. എങ്കിലും യേശു കർത്താവ് പാപം മോചിച്ചു തന്നാൽ നിനക്ക് രക്ഷപ്പെടാം. If Lord Jesus Christ forgives your sins, you can be spared. കൈബദ്ധത്താൽ ഉണ്ടായ മരണത്തിന് ഒരു ചെറുപ്പക്കാരൻ കുറ്റവാളിയായി മാറി. A young man who became a culprit because of the murder he committed unawares. കീഴ്ക്കോടതിയും മേൽക്കോടതിയും അവന്റെ മരണശിക്ഷ ശരിവെച്ചു. The lower court and the higher court confirmed his execution. കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്തബന്ധുക്കൾ മാപ്പ് കൊടുക്കാതിരുന്നതിനാൽ കുറ്റവാളിയെ വധശിക്ഷ നടപ്പാക്കുവാൻ തീരുമാനമായി. The blood relations of the murdered one, as they were not willing to give any exoneration, he was sentenced to be killed. ഒടുവിൽ ആ ദിവസം വന്നു ചേർന്നു. ഉറക്കം വരാത്ത രാത്രിയുടെ പിറ്റേന്ന് അവനെ അവശ്യ നിലയിൽ രണ്ടുപേര് താങ്ങി പിടിച്ച് വധസ്ഥലത്തേക്ക് കൊണ്ടുചെന്നു. The same day came, the penultimate night, he spent the time sleepless. The early morning, two people supported. He was brought before the gallows. അവിടെ ഒരുപാട് ജനങ്ങൾ ഈ കാഴ്ച കാണുവാൻ തടിച്ചുകൂടിയിരിക്കുകയാണ്. Many people gathered then in order to see the sight. തല വാളുകൊണ്ട് ഛേദിച്ചു കളയുന്ന ശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാർ വാളുമായി മുൻപോട്ട് വന്നു. The executioner comes in before in order to execute the judgment of chopping the head with a guillotine. തുടർന്ന് കുറ്റവാളിയുടെ മുഖം ഒരു കറുത്ത തുണി കൊണ്ട് മൂടി. Then the criminal, his face was masked with a black cloth. അവനെ മുട്ടുകൊത്തി തല മുൻപോട്ട് നീട്ടിയ നിലയിൽ ഇരുത്തി. He was asked to kneel down and the head was projected forward. ആരാച്ചാർ വാൾ കയ്യിലെടുത്തു. The executioner drew the sword. പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ നിന്നൊരു ശബ്ദം ഉയർന്നു. Suddenly from the audience a voice shot up. നിർത്തൂ, Stop it. അത് പറഞ്ഞത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ പിതാവായിരുന്നു. It is the father, the murdered, shouted so. അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. He said, I have forgiven unto him. മരണവക്കരത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു. The young man who was waiting to be killed got spared therefrom. ദൈവപുത്രനായ യേശു നിന്റെ പാപത്തിന് മരണശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരി ക്രൂശിൽ കിടക്കുന്നു. Lord Jesus Christ, the Son of Man, obtaining, bearing your sins upon you, is hanging on the cross of Calvary now. അവിടുന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് കേണപേക്ഷിക്കുന്ന ശബ്ദം മുഴങ്ങി കേൾക്കട്ടെ നിന്റെ കാതിൽ. Hanging on the cross, he is making a bickering cry to the Heavenly Father. Let that voice reverberate into the caverns of your ears. പിതാവേ, ഇവൾ ചെയ്തത് എന്തെന്നറിയാതെ ചെയ്തത് കൊണ്ട് അങ്ങനെ കണക്കാക്കി അവനോട് ക്ഷമിക്കണമേ. Lord Father, whatever he has committed, he did unawares, unwittingly. Consider her and forgive him and her. കരുണാമയനായ മനസ്സിലുള്ളവനായ യേശു കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി അത് തൂങ്ങി മരിച്ചു എന്നുള്ള കാഴ്ച കാണാൻ കഴിയുമെങ്കിൽ, if you are able to behold the sight, Lord Jesus Christ, an embodiment of compassion, mercy, he hung on the cross and died for you. യേശു കാൽവരിയിൽ മരിച്ചത് തന്റെ പാപത്തിന് വേണ്ടിയല്ല, ഞാൻ ചെയ്ത പാപത്തിന്റെ മരണശിക്ഷ യേശു സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, if you are able to believe Lord Jesus Christ died on the cross of Calvary, not for the sins he had committed, rather because the sins I committed, he took upon himself my own sins, if he believes so. ഇന്ന് രാത്രി നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പറയാം. Tonight, let us tell our Lord, കർത്താവേ,
ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും നാളും പാപം ചെയ്തത് എങ്കിലും എന്റെ അറിയായ്മയാണെന്ന് അവിടുന്ന് അംഗീകരിച്ച് എന്റെ ഇന്ന് വരെയുള്ള സകല പാപങ്ങളെയും ക്ഷമിച്ചു തരയണമേ. Oh Lord, deliberately I committed sins so far. Consider this, I committed out of ignorance. Forgive, Lord, remit my sins. ഞാൻ ചെയ്ത പാപങ്ങളാൽ മരണശിക്ഷയ്ക്ക് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു, നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. Due to sins I have committed, I have been sentenced to be killed. I am worthy to undergo the process of hellfire. ഇന്ന് വരെ ചെയ്ത എന്റെ പാപം ഇന്ന് എന്നോട് ക്ഷമിച്ചു തരുമെങ്കിൽ ഇന്നു മുതൽ ഞാൻ പുതിയ വ്യക്തിയായിരിക്കും. ഞാൻ ഇനി പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയില്ല എന്ന് ഉറപ്പ് തരുന്നു. If I forgive all my sins which I have committed so far, I give you the confirmation pledge hereafter. I will lead a life devoid of any sin. എന്റെ ആയുസിന്റെ കുറേയേറെ വർഷങ്ങൾ ഞാൻ പാഴാക്കി എങ്കിലും ഇനി എത്ര നാളോ ഒരല്പമായാലും അത് യേശുവേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. Oh Jesus, the lion's share of my years I spend in total vanity. But if you spend me the days, whether it is minimum or maximum, I am willing to spend the same for you. അങ്ങനെ പറയുന്നവരോട് കർത്താവ് ഇങ്ങനെയായിരിക്കും ഉത്തരം പറയുക. Those who make such a confession, this might be the reply of the law. മകനെ മകളെ, നിന്റെ അനുതാപം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. My son, my daughter, I have accepted your regret. നീ ഏറ്റുപറഞ്ഞ പാപങ്ങൾ അത്രയും ഞാൻ സൗജന്യമായി ക്ഷമിച്ചു തന്നിരിക്കുന്നു. All the sins you have confessed, I have freely forgiven. നിനക്ക് വേണ്ടി കാൽവരിയിൽ ഞാൻ ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം നിന്റെ പാപക്കറകളെ ഇപ്പോ ഇതാ കഴുകിക്കളയുന്നു. The holy blood which I have spilled on the cross of Calvary on your behalf, now it is cleansing, washing you all your sins. പാപത്തിന് ശമ്പളമായ മരണത്തിന് പകരം ഞാൻ നിനക്ക് നിത്യജീവനെ തരുന്നു. In the place of death, which is the wages of sin, I provide you eternal life. നിന്നെ എന്റെ മകനായി അംഗീകരിച്ചിരിക്കുന്നു. ജീവന പുസ്തകത്തിന്റെ പേര് ഞാൻ ഇതാ എഴുതുന്നു. I accepted you as my son. Lo, I write your name in the book of life. പാപമോചനം ലഭിച്ച ശിക്ഷാവിധിയിൽ നിന്നും മരണവിധിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ദൈവവൈദ്യന്, A child of God who got the remission of sins, who is delivered from the decree of death. സന്തോഷത്തോടുകൂടെ പാട്ട് പാടുവാൻ, രക്ഷയുടെ ഗാനം ആലപിക്കാൻ കഴിയും. With the joy he'll be able to sing the song of salvation. ഒരു ഭക്ത എഴുതിയ ഒരു പഴയ പാട്ട് ഇങ്ങനെയാണ്. This old song which was composed by a saint. മരണത്തിൻ തീർപ്പന്മേൽ വന്നു മുറ്റും ശരണമസാസന്ന നിലയിൽ, മരണത്തിൻ തീർപ്പന്മേൽ വന്നു മുറ്റും ശരണമറ്റാസന്ന നിലയിൽ, എത്തി നിൻ മോചന വിളംബര ധ്വനിയൻ കാതുകളിൽ അത്യത്ഭുതമായി സ്നേഹമദാശ്ചര്യം, എത്തി നിൻ മോചന വിളംബര ധ്വനിയൻ കാതുകളിൽ അത്യത്ഭുതമായി സ്നേഹമദാശ്ചര്യം, ജീവിപ്പാനവകാശമറ്റ ഞാൻ സന്തതം നിനക്കടിമ, ജീവിപ്പാൻ അവകാശമറ്റ ഞാൻ സന്തതം നിനക്കടിമ. ആമേൻ. പാപത്തിന് ഫലമായി മരണശിക്ഷ നമ്മുടെ മേൽ വന്നതായിരുന്നു. It is a punishment of sin, that is the wages of death came upon us. എന്നാൽ യേശു നമ്മളെ വിടുതലിന്റെ വിളംബരം നമ്മുടെ കാതുകളിൽ എത്തിച്ചു. Our Lord Jesus Christ advertised the deliverance released from the death into the caverns of our ears. മരണത്തിന് വിധിക്കപ്പെട്ടതായ നമ്മെ അവിടുന്ന് തന്റെ മഹാശക്തിയാൽ രക്ഷിച്ചിരിക്കുന്നു. We who were sentenced to death by His great power and mercy spared us, rescued us. പാട്ടുകാരൻ പറയുന്നത് പോലെ ഇനി ഒരു തീരുമാനം, ജീവിപ്പാൻ അവകാശം ഇല്ലാത്ത, ജീവിച്ചിരിക്കാൻ അവകാശമില്ലാത്ത ഇനി നാളുകൾ മുഴുവനും യേശുവേ നിന്റെ അടിമയായിരിക്കും. As the singer sings, I who do not possess any reality in life, do not possess any grace in life to remain alive, the remainder is, O Lord, I committing to serving to you. ഇങ്ങനെ നമ്മുടെ വിധിയെ മാറ്റിമറിച്ച് നമ്മുടെ കർത്താവിന് വലതുകരം ഉയർത്തി ശക്തിയായ ഒരു ഹല്ലേലൂയ പറഞ്ഞവനെ സ്തുതിക്കാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. സദൃശ്യവാക്യങ്ങൾ 1-ാം 22-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, Let's move on to Proverbs chapter 1 verse number 22. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സദൃശ്യവാക്യങ്ങൾ 1:22. ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ, നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ, നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? അതെ. എന്റെ ശാ- 32-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. How long, ye simple ones, will ye love simplicity, and the scorners delight in their scorning, and fools hate knowledge? For the turning away of the simple shall slay them, and the prosperity of fools shall destroy them. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. Backsliding of the scorners will kill them. പിന്മാറ്റം നമ്മളെ കൊല്ലുന്നതാണോ മരണശിക്ഷയിലേക്ക് നടത്തുന്നതാണ്? Backsliding is something which will slay us, will push us unto death. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം പിന്മാറ്റക്കാരനായി മാറിയിരിക്കുകയാണോ? Let me ask you, after having been saved, have you turned away? Have you backslid? ദൈവം തന്റെ മഹാകരുണയാൽ ക്ഷമിച്ചു തന്ന ആ പാപങ്ങളിലേക്ക് വീണ്ടും വീണുപോയോ? By the great kindness of God, God has forgiven your sins. Have you fallen victims to sin again? ഒരിക്കൽ വീണുവെന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരിക്കുകയാണോ? It is not as simply you fell once. Are you repeatedly falling? സ്നാനം സ്വീകരിച്ച ശേഷം, പരിശുദ്ധാത്മാവിഷം പ്രാപിച്ച ശേഷം ദൈവത്തോട് അകന്നു പോയിരിക്കുന്നുവോ? After taking water baptism, after being anointed with the power of God, have you got alienated from God? ദൈവജനത്തോടുള്ളതായ ബന്ധം വിച്ഛേദിച്ച് വിശുദ്ധന്മാരുമായി കൂട്ടായ്മ വിട്ട് ആരാധനയില്ലാതെ പിന്മാറി ജീവിക്കുകയാണോ? Have you disconnected the fellowship with the saints of God? You disconnect the fellowship with the believers of God? Have you gone away from the worships, leading a life without any service? ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയോ? Have you lost the first love and the first faith? അതെ, നിന്റെ പിന്മാറ്റം നിന്നെ മരണവിധിയിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. You were turning away, has guided you unto death. ബുദ്ധിഹീനന്റെ പിന്മാറ്റം അവനെ കൊല്ലും. The simple one, his backsliding shall kill him. ഒരിക്കൽ പാപത്തിന് ശമ്പളമായ നിത്യനരകത്തിൽ നിന്ന് കരുണ തോന്നി കർത്താവ് വിടുവിച്ചെന്ന് വരികിൽ, ഇതാ നിന്റെ ബുദ്ധിഹീനത നിമിത്തം പിന്മാറ്റ നിമിത്തം വീണ്ടും മരണശിക്ഷയിലേക്ക് തിരിച്ചുപോയിരിക്കുന്നു. True, in the time past God has delivered you from death by his compassion. Now, because of your foolishness, your simplicity, backsliding nature, you are moving unto death again. എങ്കിലും ഞാൻ ഇന്ന് രാത്രി ഒന്ന് നിങ്ങളോട് പറയാം. Still, let me remind you one thing tonight. ഒരപ്പൻ നിനക്കായി കാത്തിരിക്കുന്നു. There is a Father waiting for you. മുടിയനായ പുത്രനെ പോലെ ലഭിച്ച നല്ല ദാനങ്ങളെല്ലാം തുലച്ച് ദൂരത്തേക്ക് പോയവനെ, സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹം ഇതുവരെയും വാറ്റിപ്പോയിട്ടില്ല. Like the prodigal son who had squandered, dissipated the property of the father, went away from the presence of the father. Beloved child, the father's compassion is not totally depleted. He is waiting for you. ആയതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉറക്ക നിലവിളിച്ച് ഇങ്ങനെ പറയുമോ? Tonight, will you cry aloud and make such a confession? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, പിന്മാറിപ്പോയി. Lo, Father, I committed sin against you in heaven. I backslid. ഞാൻ ഇതിനെ കുറിച്ച് മനസ്താപപ്പെടുന്നു. Oh Lord, I regret of my turning away. ഇതാ ഞാൻ അപ്പന്റെ വീട്ടിലേക്ക്, സത്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, എന്റെ ആദ്യ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്നു. Behold, I am coming back to my first experience, first fellowship, first faith, first love and first hope. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെങ്കിൽ കർത്താവ് നിന്നെ വീണ്ടും സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹധനനായ പിതാവായി ഇങ്ങനെ പറയും. If you make such a decision, the loving Father will embrace you, hug you, affectionately he will tell you, മകനെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ പിന്മാറ്റം മാറ്റി ചികിത്സിച്ച് സൗഖ്യമാക്കിയിരിക്കുന്നു. beloved son, I have forgiven your turning away, I have treated your turning away, now you are hale and hearty. തുടർന്ന് ആ സ്നേഹപിതാവ് പറയുകയാണ്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു പിന്മാറ്റം നിമിത്തം. In furtherance, this beloved father says, this my son, because of the turning away,
he was dead. ഈ എന്റെ മകൾ മരിച്ചവളായിരുന്നു, My daughter was deceased. എന്നാൽ ഇതാ ഇവർ ജീവിച്ചിരിക്കുന്നു. But now she is brought back to life. പിന്മറ്റത്താരുള്ളതായ മരണവിധി നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നീ മനസ്താപപ്പെട്ടിരിക്കുന്നതിനാൽ. As the judgment death upon you is amended because you have regretted of the same. പ്രിയമുള്ളവരെ, ചില മനുഷ്യർക്ക് അവരുടെ ശത്രുക്കൾ മരണവിധി കൽപ്പിക്കാറുണ്ട്. Beloved people of God, touches on human beings, their enemies set out the decree of death. ഞാൻ നിന്നെ കൊല്ലും എന്ന മനുഷ്യനെ ആക്രോശിക്കുന്ന ശബ്ദം ഞാൻ പലയിടത്ത് വെച്ച് കേട്ടിട്ടുണ്ട്. In different places, എന്തുകൊണ്ടല്ല, പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. in different places, I heard the shouting clamor, I will kill you. അങ്ങനെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശത്രു നിങ്ങൾക്കൊരു മരണവിധി കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭയപ്പെടേണ്ട. തന്റെ മഹാശക്തിയാൽ നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. If any enemy of yours has set a deadline that he would kill you, do not fear tonight. There is a deliverance from that challenge of death. ഇസ്രായേൽ രാജ്യത്തിന്റെ ഭരണചക്രം പിടിച്ചിരുന്ന ഇസബേൽ രാജ്ഞി, ദുഷ്ടസ്ത്രീ, ഏലിയാവുന്ന വിശുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു. Queen Elizabeth, Queen Jezebel, who was holding the throne of Israel, she was telling unto the prophet Elijah in this way. 24 മണിക്കൂറിനകം നിന്നെ ഞാൻ ശിരച്ഛേദം ചെയ്യും. Within 24 hours, you will be beheaded. എന്നാൽ ആ വിധിയെ ദൈവം മാറ്റി എഴുതി. ഹല്ലേലൂയ. God amended that judgment. ഭീഷണിപ്പെടുത്തിയവൾ ഒരു 20-22 വർഷം കൂടെ ജീവിച്ചിരുന്നു. അവൾ കൊല്ലപ്പെട്ടു. അവളുടെ ശരീരത്തിന്റെ മാംസം നായ്ക്കൾ തിന്നു തീർത്തു, അസ്ഥി മാത്രം ശേഷിപ്പിച്ചു. The one who threatened remained alive for nearly 20 or 22 years more, but thereafter she was completely bruised, and then the members of the body were eaten by stray dogs. പക്ഷേ ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. Elijah remains alive even today. 2900 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2,900 years slipped by. ഇതാണ് വിടുവിക്കുന്ന ദൈവം. This is a God of deliverance. ബോംബെ പട്ടണത്തിൽ സുമുഖനും വിദ്യാസമ്പന്നനും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ചെറുപ്പക്കാരൻ വൈകുന്നേരം ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വരുവാൻ പുറത്തോട്ടിറങ്ങുകയായിരുന്നു. In the city of Mumbai, a handsome, smart, well-known young man, after doing his work in the bank, in the evening he was coming out of the gate. ആ പട്ടണത്തിൽ ഒരു കൊട്ടേഷൻ സംഘം അയച്ച ഒരു ഗുണ്ട ഊരിപ്പിടിച്ച കടാരിയുമായി തന്റെ നേരെ ചാടി വീണു. With a drawn dagger, a person who was sent by the gang of killers, now he approaches him. ആ ദുഷ്ടൻ ആളുമാറിയാണ് കൊല ചെയ്യുവാനായിട്ട് ചാടി വീഴുന്നത്. That villain, he approaches in order to kill him. It is a changed personality. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരായ ആ യൗവനക്കാരൻ മനസ്സിലാക്കി, ഇനി മരണത്തെ എനിക്കും തമ്മിൽ ഏതാനും ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. The young man was saved. He came to understand distance between him and death is only inches. ഇവിടെ മരണത്തിൽ ഞാൻ വിടുവിക്കപ്പെടാൻ വേറൊരു മാർഗവും കാണുന്നില്ല. There is no other way to be delivered from the jaws of death here. അവൻ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു. Lifted his eyes to heaven and cried aloud. ഒരു പുതിയ തീരുമാനം പറഞ്ഞു. He made a new decision. ഇന്ന് എന്നെ ഈ അക്രമിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചാൽ, എന്റെ മരണ ശിക്ഷ ഒഴിവാക്കിയാൽ, എന്റെ ആയുസ്സിനെ നീട്ടിത്തന്നാൽ ഞാൻ നിന്റെ ശുശ്രൂഷ ചെയ്തു കൊള്ളാം. If you deliver me from the hands of this third, if you expand the days of my life, O Lord, hereafter I will do service unto you. അക്രമി ഊരിപ്പിടിച്ചതായ കഠാര മടക്കി വെച്ചുകൊണ്ട് തിരിച്ചുപോയി. The drawn dagger, the perpetrator folded, went back unharmed. ആ ചെറുപ്പക്കാരൻ വാക്ക് ദൈവത്തോട് പാലിച്ച് കർത്താവിനെ ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ചു. The young man kept his promise, dedicated to doing the will of God. പ്രിയ ദൈവവൈതലേ, ഈ പ്രിയ കേൾവിക്കാരെ, ഇന്ന് ആരുടെയെങ്കിലും ഭീഷണിയുടെ നിഴലിൽ ജീവിക്കുന്നെങ്കിൽ, Beloved child of God, beloved hearer, if you are under the shadow of the threatening of anybody tonight, നീ ഭയപ്പെടുന്ന ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കയില്ല. God never spare you, give you to the hands of the enemy whom you are frightened. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. No weapon that comes against thee shall prosper. ഏലിയാവിന്റെയും ദാവീദിന്റെയും ദാനിയേലിന്റെ ദൈവം നിന്റെ വിധിയെ മാറ്റിയിരിക്കുന്നു. God of David, God of Daniel, God of Elijah has amended your judgment as well. ഒരു ആലോചന കൂടെ കേട്ടുകൊള്ളുക. Listen to one more counsel. നിന്റെ വിരോധികളുടെ ആയുസ്സിനെ ദൈവം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു, നിന്നെയോ ദൈവം ദീർഘായുസ്സോടെ തൃപ്തനാക്കും. God has dismembered the days of the span of your enemies. God has expanded on the contrary your lifespan. ഈ ദൈവാലോചന വിശ്വസിക്കാൻ കഴിയുന്നവര് ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഹല്ലേലൂയ.
പാതാള ശക്തികൾ, power of hell. ഒരു ദൈവവൈതലിനെതിരെ ദുഷ്ട ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കും. Wicked powers are wrestling against the child of God. അഭിഷക്തനായ ഒരു ശുശ്രൂഷകൻ പാതാള ശക്തികൾക്ക് ഒരു വെല്ലുവിളിയാണ്. Anointed servant of God is a challenge under the power of darkness. അതുകൊണ്ട് അവൻ പോകുന്നിടത്തെല്ലാം ദുഷ്ടാത്മാക്കൾ ശുശ്രൂഷയ്ക്ക് പ്രതിബന്ധകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. Wherever he goes, these evil spirits are fabricating conspiracy against his ministry. അവനോ ഈ ദുഷ്ടാത്മാക്കളോ ഈ ദൈവവൈതലിനെ വിശുദ്ധനെ പാപത്തിൽ വീഴിക്കുവാനും പിന്മാറ്റത്തിലേക്ക് നയിക്കുവാനും ശ്രമിക്കും. These wicked forces make all attempts in order to trap him to the commission of sin and turning away experience. ആഭിചാര ശക്തികൾ അവനോട് പോരാടും. Power of witchcraft fighting against him. അപകടം വരുത്തും, കൊല്ലുവാനും പദ്ധതിയിടും. Bring forth accidents, hatching conspiracy to finish him off. എങ്കിലും ദൈവം നിശ്ചയിച്ച സമയത്തിന് മുൻപേ ഒരു ദുഷ്ടശക്തിക്കും ദൈവവൈതലിന്റെ ജീവനെ തൊടാവതല്ല. Howbeit, before the appointed time of God, no wicked force can touch your life. ദൈവം തന്റെ മഹാശക്തിയാൽ അവരെ വിടുവിക്കും. By the great power of God, God is delivering you. എന്റെ അനുഭവം പറഞ്ഞാൽ, Let me explain my personal experience. എന്നെ നടത്തിയിട്ടുള്ള നടത്തിപ്പുകാരോ എനിക്ക് തന്നിട്ടുള്ള സ്ഥലമാറ്റത്തിനെല്ലാം പിന്നിൽ ദൈവഹിതമുണ്ടായിരുന്നു. ഈ നാൾ വരെയും For all my leaders, all my dealings and the transfers, even up to this moment, there had been a spirit of God, the will of God, leading of God. എനിക്ക് ഒരുപാട് വിടുതലിന്റെ കഥ പറയാനുണ്ട്. ഞാൻ ഒന്ന് മാത്രം പറയാം. I got to narrate plenty of stories of deliverance. I would like to narrate only one. 2013 എന്നെ ഒരു സ്ഥലം മാറ്റിയിട്ട് കേവലം 4 മാസമായപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. In 2013, I was transferred to one place. After 4 months again, I was transferred therefrom. എനിക്ക് ഒരു ചെറിയ ഒരു വിഷമമുണ്ടായി. I was little bit grieved. ആരെങ്കിലുമൊക്കെ എന്റെ സ്ഥലമാറ്റം അറിയാതെ തന്നെ ഇതിന്റെ ഇടത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു വിഷമം. Unknowingly, some people ask me, "Now you are appreciating." Then I was grieved. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പിറുപിറുപ്പ്, എന്ത് ഇത് 3-4 മാസമായപ്പോൾ എന്നിൽ മാറ്റേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അവിടെ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു, എന്തോ ചെയ്യാൻ. I had a grievance. I had a murmuring. Within a span of 4 months, why should they transfer me? I should have retained there. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ After 6 months, എന്നെ സ്നേഹിക്കുന്ന കർത്താവ് എന്നോട് സംസാരിച്ചു. the very Lord who loves me spoke to me. മകനെ, നിന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റിയത് എന്തിനാണെന്നറിയാമോ? My son, do you want to know the reason for which you have been transferred? ഞാൻ പറഞ്ഞറിഞ്ഞുകൂടല്ലോ. I told I do not know. നിന്നെ അപകടത്തിൽ കൊല്ലുവാൻ പിശാച് പദ്ധതിയിട്ടു. നിന്നെ അതിൽ വിടുവിക്കാൻ നടത്തിപ്പുകാർ മൂലം ഞാൻ നിന്നെ ആ സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. The devil hatched a conspiracy in order to kill you through an accident, through the leaders. I just made a plan to revert you therefrom. തുടർന്ന് സ്ക്രീനിരുന്നപോലെ വളരെ ഭയങ്കരമായ 2-3 അപകട നേരിടാവുന്ന സന്ദർഭം എന്നെ മുൻപിൽ കാണിച്ചു. Thereafter, like the screen before me, the Lord showed before me a few accidental sins which have been fatal. ഞാനതൊന്നും വലിയ കാര്യമായി എടുത്തിരുന്നില്ല, സാധാരണ സംഭവമല്ലേ. എന്നാൽ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. I never bothered about it. I thought casual incidents. On seeing these things on the screen, I was panic stricken. എന്നെ അടക്കുവാൻ പൊടി പോലും കിട്ടാത്ത വിധത്തിൽ ഞാൻ അന്ന് അപകടത്തിൽ കൊല്ലപ്പെടേണ്ടതായി. To have a good funeral, even my body could not be retained in such a wretched state. I should have met with a fatal accident. ശത്രുവിന്റെ കയ്യിൽ എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. My God did not hand me over to the hand of the enemy. അതെ, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. There is a God of deliverance accompanying our journey. ഏറെക്കുറെ 60 വർഷങ്ങൾക്ക് മുൻപ്, Nearly 6 decades ago, ഒരു ശുശ്രൂഷകൻ ഒരു നദിയിൽ കുളിക്കുവാൻ ഇറങ്ങി. a worker went to the river to take bathing. താൻ അബദ്ധത്തിൽ ഒരു ചുഴിയിൽ അകപ്പെട്ടു. On the way, he was trapped in a whirlpool. ആ ചുഴിയിൽ അകപ്പെട്ട് വെള്ളത്തിനടിയിലേക്ക് ആ ചുഴി വെള്ളം വലിച്ചുകൊണ്ട് പോകുകയാണ്. He plunged in the wall. It was sucking down and down. മരണത്തെ മുഖാമുഖം കണ്ടു. He encountered death face to face. താൻ ആ സമയത്ത് ഒരു നിലവിളിച്ച് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു. Then he cried aloud, asked a question to God. ഒരു വിശുദ്ധൻ ഇങ്ങനെയാണോ മരിക്കേണ്ടത്? Oh Lord, is it the way a saint has to taste death? അടുത്തതായി തിരിച്ചൊരു ചോദ്യം സ്വർഗത്തിൽ നിന്ന് വെള്ളത്തിനടിയിലേക്ക് വന്നു. In the ensuing moments from heaven, a counter question comes there. ഒരു വിശുദ്ധൻ എന്തുകൊണ്ട് ഇങ്ങനെ മരിക്കുന്നു? Why should such a saint meet to the such a death? ആ മറിയോദ്യത്തിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. I did not know the meaning of the saint then. എന്നാൽ അതേ തുടർന്ന്
ഒരു വലിയ ഫ്ലാഷ് ലൈറ്റ് വെള്ളത്തിനടിയിലേക്ക് വന്നു. In furtherance, mega flashlight came to the deeper part of the water. താൻ നോക്കുമ്പോൾ തന്നെ ആരും എടുത്ത് കരക്കിരുത്തിയിരിക്കുകയാണ്. To the surprise, he was rescued, kept on the bank. അതെ, ദുഷ്ടന്മാരാൽ ദുഷ്ടശക്തികളാൽ മരണത്തിന് വിധിക്കപ്പെടുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who is dealing with the people who are willing to kill others by wicked and wicked forces. കർത്താവ് പറയുന്നു, നീ പൂർണ്ണമായും എന്റെ സ്വന്തമാണ്. The Lord says, you are altogether mine. എന്റെ സ്വന്തം രക്തത്താൽ ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. I purchased you with my own blood. നീ എന്റെ ഉള്ളം കരങ്ങളിൽ ഇരിക്കുന്നു. You are in my palm. നിന്റെ ജീവനെ തുടർന്ന് ഞാൻ ശത്രുവോട് കൽപ്പിച്ചിരിക്കുന്നു. I command the enemy not to touch you. ഹല്ലേലൂയ. സ്വയം മരണത്തിന് വിധിക്കുന്നവരും ഉണ്ട്. There are people who are willing to kill themselves. പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ പെട്ടെന്ന് ആത്മഹത്യയാണ് പരിഹാരമാർഗമായിട്ട് ചിന്തിക്കുന്നത്. When beset with the problems, people feel the best asylum is suicide. ബിസിനസ് തകർന്നു, പരീക്ഷയിൽ തോറ്റു, ജോലി നഷ്ടമായി, ഇനിയൊക്കെ ഭരിക്കാം. Business crumbled, defeat in examination, and there's a proportion is lost. Let us find asylum in suicide. ഒരു പ്രത്യേകമായ രോഗം ശരീരത്തിനുണ്ടെന്ന് അത് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ കടബാധ്യതയായി വീട്ടാൻ വഴി കാണുന്നില്ല, ആത്മഹത്യയാണ് പരിഹാരമെന്ന്. It was diagnosed that a fatal disease made it onslaught upon him. There is bankruptcy, no way to solve the problem. Only solution is committing suicide. ഒരു കാര്യം അറിയണമേ, ഈ ജീവൻ നിങ്ങളും ഞാനും എങ്ങൊന്നും വില കൊടുത്ത് മേടിച്ചതല്ല. If one to mind, this life I and you have not bought from anybody. ഇത് സൃഷ്ടാവിന്റെ ദാനമാണ്. This is a gift of the Creator. ഈ ജീവന് എനിക്കും നിനക്കും സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിക്കാൻ അവകാശമില്ല. We don't have the power authority to destroy this life according to my desire. ഒരു കുലപാതകനും നിത്യജീവൻ വസിച്ചിരിപ്പില്ല, കുലപാതകന്മാർ നിത്യ നരകത്തുനിന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. No murderer has inherited everlasting life. The Holy Bible in unambiguous terms says murderer will go to everlasting hell only. മറ്റൊരാളെ ഹത്യ ചെയ്യുന്നവനും ആത്മഹത്യ ചെയ്യുന്നവനും ഒരേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. A person who slays himself, commits suicide, they commit the same murder. പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, during the course of sufferings, people who think about suicide, നിങ്ങളെ എത്രയും പെട്ടെന്ന് നരകത്തെത്തിക്കുവാനുള്ള പിശാചിനൊരു കെണിയാണ് ആ ചിന്ത എന്ന് മറന്നു കളയരുത്. that thought is a snare, the devil is hatching to take you to hell very nigh. Don't forget this truth. 2005 എന്നെ ആ ഒരു വ്യക്തി ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തി. In 2005, a person introduced a family to me. ആ കുടുംബത്തിൽ ഒരു ഭാര്യ, ഭർത്താവ്, മൂത്തത് ആൺകുട്ടി, ഇളയത് പെൺകുട്ടി. In the family, the husband, the wife, first one is a son, second one is a daughter. അവര് ആ മനുഷ്യൻ ഒരു ചെറിയ പെട്ടി ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. He was driving a small carrier auto and winning his livelihood. വീട്ടുവാനാവാത്ത കടഭാരത്തിലായി. There is bankruptcy haunting the family. ഒടുവിൽ അപ്പനും അമ്മയും കൂടെ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ മക്കളെയും കൂടെ ആ കൂടെ കൂട്ടുവാൻ തീരുമാനിച്ചു. When the parents wanted to commit suicide, they wanted to take their children too. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ദിവസം 4 പേരും മരിക്കുവാൻ ഒരുങ്ങുകയാണ്. They were convinced of the desperate situation. One day, all the 4 are getting ready to die. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മമ്മി, പപ്പ, എനിക്ക് ജീവിക്കണം. The young daughter who was pursuing 8th standard with the tear session, my father, my mother, I want to live. ആ ശബ്ദം അവരുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി. That voice shook their conscience. പരിഹാരമാർഗം കാണുന്നില്ലെങ്കിലും തൽക്കാലം ആ മരണം മാറ്റിവെച്ചു. Even though there is everlasting remedy, for the time being, that is postponed. ഇതറിഞ്ഞ ഭവനത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ഭരിക്കുന്നതായ ആ ദുഷ്ടാത്മശക്തിയെ പരിശീലിക്കുവാനും ദൈവം കൃപ തന്നു. Having heard this, I visit the family, I pray for them, I rebuke the evil force of suicide that is haunting that family. അവർക്ക് ആലോചന കൊടുക്കുവാനും കൊച്ചു കൊച്ചു ചില സഹായങ്ങൾ കൊടുക്കുവാനും ദൈവം എനിക്ക് അവസരം ഒരുക്കി. God gave me the opportunity to provide required counsel and do render small services. ആ കുടുംബം ജീവിച്ചു. Their family remained alive. 2 മക്കളും പഠിച്ചു, ബിരുദാനന്തര ബിരുദമെടുത്തു. 2 children pursued education, obtained post-graduation. എനിക്ക് മരിക്കണമെന്ന്, എനിക്ക് ജീവിക്കണമെന്ന് ആ അപേക്ഷിച്ചതായ പെൺകുട്ടി അത് നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് പോയി വിവാഹിതയായി മക്കളും ഭർത്താവുമായി ഇന്ന് സുഖമായി ജീവിക്കുന്നു. The daughter who made a request, Father, I want to lay
pursued education, completed nursing course, visited abroad, well positioned, got married with husband, children, doing well off today. അമ്മയും മകനും ഒരേ സ്ഥാപനത്തിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുകയാണ്. Son and mother, same office, holding comfortable positions, leading a happy life today. എന്നോട് ഒരാൾ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് വീട് വയ്ക്കുവാൻ അവരൊരു ചെറിയ പ്ലോട്ട് വാങ്ങി 1 കോടി രൂപയുടെ. Somebody told me recently they wanted to build a house. Spending 1 crore rupees, they bought a small land. ഇന്ന് രാത്രി ചോദിക്കുന്ന അവരുടെ വിധിയെ മാറ്റിമറിച്ച ദൈവത്തിന് നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കാൻ കഴിയുകയില്ലേ? Tonight let me ask you, the very God who overturned the decree, can't you do the same in your life? കർത്താവ് നമ്മോട് പറയുന്നത്, മകനെ മകളെ, നീ കടന്നു പോകുന്ന പാത ഞാൻ അറിയുന്നു. The Lord says, my son, my daughter, I know the path you are treading. നിന്റെ പരീക്ഷയ്ക്ക് ഞാൻ പോക്ക് വഴി ഉണ്ടാക്കും. For the trial, I'll open way of escape. നീ നിന്നെ തന്നെ താഴ്ത്തുക, എന്നിൽ ആശ്രയിക്കുക. Simply humble yourself, trust in me. സമയത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു? Before the set time, why should you die? നിന്റെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കാം. I will solve your problems. നീ എന്റെ നാമത്തെ അറിയുന്നതിനാൽ ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. As you know my name, I lift at the appointed time. നിന്നെ വിടുവിക്കേണ്ടതിനായി ഞാൻ നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നു. I'm loosening your cords in order to liberate you. നിന്റെ അനുഗ്രഹത്തിന്റെയും അഭിവൃദ്ധിയുടെയും എല്ലാ തടസ്സങ്ങളെയും ഞാൻ മാറ്റുന്നു. I dispel all the obstacles which you have by your prosperity and progress. നിന്റെ ജോലിയെ, നിന്റെ ബിസിനസിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. I will bless your profession, your business. നിന്റെ കുടുംബജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. I bless your domestic life. നിന്റെ വരുമാന മാർഗങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. I bless your source of income. നീ മരിച്ച് സാത്താൻ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാതെ നീ ജീവിച്ചിരുന്ന എന്റെ ഉത്തമ സാക്ഷിയായി തീരുക. You must not die and be taken away to hell by the devil, rather remain alive, be a classic example, testimony to me. നീ കടന്നു പോകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്ന അനേകരെ അത് തീർന്ന് വലിച്ചെടുക്കുവാൻ ഞാൻ നിന്നെ ഒരു നല്ല ആയുധമായി ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. There are many people who are passing those similar ways. I'm going to use you as a mighty weapon, drag many people from the fiery escape. I'm going to point to the Lord says. പ്രിയമുള്ളവരെ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. Well, people, once a person is born, death is imminent. എബ്രായരുടെ കർത്താവ് പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. The author of Epistle to Hebrews says, once to die, the judgment is appointed to man. മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ ഒരു പര്യായപദം മർത്യൻ, മരിക്കുന്നവൻ. Man, synonymous, mortal, he will die. ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്ത് വീണതോടുകൂടെ മനുഷ്യന് പ്രവേശിച്ചതായ മരണം മാനവരാശിയിൽ തുടർന്നു വരികയാണ്. ആ വിധിക്ക് ഇനി മാറ്റമില്ല. ജനിച്ചാൽ മരിച്ചേ മതിയാകും. The first man ever committed sin, therefore he was subject to death. And there is no change to sin. If you are born, you have to die. മരണവീടുകളിലൊക്കെ കേൾക്കുന്ന ഒരു വാചകമാണ്, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണ്ടേ. In all the bereaved homes, you can hear a statement, if a person is born, shouldn't he die one day? അത് ശരിയാണ്. പക്ഷേ ജനിച്ചവരെല്ലാം മരിക്കയില്ല. It is the truth. All those who are born shall never die. ദൈവം വെച്ചിരിക്കുന്ന മരണവിധിയെ മറികടക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് വേദവസ്തവം പഠിപ്പിക്കുന്നുണ്ട്. Bible speaks about the band of people who are going to outstep the death that is appointed to man by God. കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് നാം നോക്കിയാൽ, when you refer to the pages of history, അത് ഹാനോക്കും ഏലിയാവും അവർ 2 വിശുദ്ധന്മാർ ഇന്നും മരിക്കാതെ മരണം കാണാതെ ജീവിച്ചിരിക്കുന്നു പോലും. Enoch and Elijah, 2 saints, even today they have been tasted death, remaining alive. അതുകൊണ്ട് മരണമില്ലെന്നല്ല, അവര് വേദവസ്തവം പറയുന്നു, അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കാലത്ത് ഭൂമിയിൽ വീണ്ടും ഒന്ന് മരിക്കുമെന്നാണ്. It doesn't mean that they will never die. There's an appointed time. On the appointed day they will come. They have to die. മരണം കാണാതെ എടുക്കപ്പെട്ടു, പക്ഷേ അതൊരു താൽക്കാലികമാണ്. They were translated without seeing death, but that is a temporal phenomenon. എന്നാൽ ഈ അലംഘനീയമായ നിയമത്തിൽ നിന്ന് ഒഴിവുള്ള ചിലരുണ്ട്. But there are some people who are going to be delivered from this death. അതാരെന്നറിയണ്ടേ? You know that man? വിശുദ്ധ പൗലോസ് പറയുന്നു. Saint Paul says, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിന് മരിച്ചതിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട മേഘങ്ങളെടുക്കപ്പെടും. ഹല്ലേലൂയ. When the Lord comes down with a shout of the archangel, with the voice of the trump of God,
and those who did Christ raised first, then we who remain alive shall be transformed with him. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട പൂണ്ടപ്പെട്ട വിശുദ്ധന്മാർ ആ ക്രിസ്തുവിന്റെ കാവൽ നിൽക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിക്കുകയില്ല, അവർ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുകയാണ്. The saints of God who are living in Christ, leading a happy, victorious life, perfect in Christ, they should be taken up at the temple of God. They should never taste death. അവര് മരിക്കാൻ ജനിച്ചവരല്ല, പറക്കുവാൻ ജനിച്ചവരാണ്. They are not born to die, born to fly. ഇത് മനസ്സിലായി ഒരു കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ജനിച്ചത് പറക്കുവാനാണ് എത്ര പേര് വിശ്വസിക്കുന്നു? In this meeting, how many tonight believe I was born to fly? എന്റെ കർത്താവ് കാഹളധ്വനിയോടുകൂടെ വീണ്ടും വരുമ്പോൾ, When the Lord comes again with the trump of God, ഞാൻ മരണം കാണാതെ അത് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ട് പ്രാക്കളെ പോലെ പറന്നു പോകുവാൻ എന്റെ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. without tasting death, like a dove, I'll be transformed. I fly up to the presence of God, for which God has appointed me. പ്രിയമുള്ളവരെ, ഞാൻ അല്പം പറയട്ടെ, കേവലം ഈ രക്ഷ എന്ന അനുഭവം പോരാ. Beloved people of God, let me make it short. Mere experience of salvation is not adequate. രക്ഷിക്കപ്പെട്ടു, എന്റെ പേര് ജീവന പുസ്തകത്തിൽ എഴുതി എന്ന് തൃപ്തിപ്പെട്ട് ജീവിക്കരുത്. I'm saved, my name is written in the book of life. Don't be self-complacent over it. തുടർന്നുകൊണ്ട് ആത്മീയത്തിൽ വലിയ വളർച്ചയുടെ പടികളുണ്ട്. In furtherance, there are spiritual steps. എത്തിച്ചേരാനുള്ളതായ അത്യുന്നതമായ ആത്മീയ അനുഭവങ്ങളുണ്ട്. There are the loftiest destinations spiritually. അതിലൊന്നാണ് ക്രിസ്തുവിന്റെ വരവെങ്കിൽ അവനെ മണവാട്ടിയായി നിയമിക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഉൾപ്രാവണം. Which one is a rapture of the bride appointed for the second coming of Lord Jesus Christ. ആ ഉൾപ്രാവണത്തിനായി ദൈവം നിയമിച്ചിരിക്കുകയാൽ നീ രക്ഷിക്കപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെടാതെ എത്രയും വേഗം ജലസ്നാനമേൽക്കണം. As for appointed that rapture, be not satisfied with the expense salvation, very soon be baptized. സ്നാനമേറ്റത് കൊണ്ട് തൃപ്തിപ്പെടാതെ അതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Be not contented with water baptism, again take this Holy Spirit of God. ഈ പരിശുദ്ധാത്മാവ് ഒരു അച്ചാരമാണ്, ഒരു വാക്ക് തരലാണ്. Holy Spirit is an earnest, it is making an advancement. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് അയച്ചുകൊണ്ട് കർത്താവ് പറയുന്ന വാക്കെന്നറിയുമോ? മകനെ മകളെ, ഞാൻ നിന്റെ ശരീരത്തെ വീണ്ടെടുത്ത് കൊള്ളാം, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. Sending this Holy Spirit upon you, the Lord is giving the promise, my son, my daughter, I will redeem your body. ഞാൻ കാഹളധ്വനിയോടുകൂടെ വരുമ്പോൾ നിന്റെ ശരീര രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുവാനായി നിനക്കൊരു ഭാഗ്യം ഞാൻ തന്നിരിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അർത്ഥം. When I come in my trump, you shall be transformed, you will be raptured to my presence. That is the meaning of the sign of giving this Holy Spirit. ദുഃഖകരെന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചും അന്യ ഭാഷാഭാഷണത്തെ കുറിച്ചൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ കേൾക്കുന്ന ഒരു കാലമാണിത്. Such as these are the days in which plenty of misinterpretations, mispronouncements are taking place with regard to the Holy Spirit and unknown tongue. പക്ഷെ അതൊക്കെ അവിടെ കിടക്കട്ടെ. Keep everything aside. എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് എന്തിനാണ്? What for did my Jesus love me? എന്നെ രക്ഷിച്ചത് എന്തിനാണ്? What for did he save me? പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാണ്? What for did he anoint me? എന്റെ അവന്റെ നിർമ്മല കന്യകയായ മണവാട്ടിയാക്കി തീർക്കുവാൻ. In order to make me the chaste holy virgin, his bride. ആകയാൽ പരിശുദ്ധാത്മാ ലഭിച്ചവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. Those who receive the anointing, indeed you are the blessed. ഇത് നമ്മുടെ പുണ്യം കൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, ഇതൊരു ദാനമാണ്. Not with our charitable works, not with our philanthropy. This is a gift of God. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരുന്ന ഒരു എന്റെ കാലത്ത് There was a time I did not receive this Holy Spirit. ഞങ്ങളുടെ സഭയിൽ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പയോഗവും വെച്ചു. In our church, a fasting prayer and prayer for 1 week was ordained. എനിക്ക് വലിയ സന്തോഷമായി. എനിക്ക് അഭിഷേകം പ്രാപിക്കണം. I was much delighted. I must receive this anointing. ആ സഭയിലെ അനേക യൗവനക്കാരും കൗമാരപ്രായത്തിൽ കുട്ടികൾ വരെയും അഭിഷേകം പ്രാപിക്കണമെന്ന് നിശ്ചയമെടുത്തു. Many adults and youngsters in the church determined to receive this anointing. എന്നെ പോലെ മറ്റു പല കുട്ടികളും അഭിഷേകം പ്രാപിക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല, ഉപവാസത്തോടെ കാത്തിരിക്കുന്നു തീരുമാനിച്ചു. Like me, many youngsters made in the mind, till we receive this anointing, we will be fasting, we will never take food. ഞാൻ ആ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം ഉപവാസം എടുത്തു. Monday, Tuesday, Wednesday, I fasted 3 days. ഭക്ഷണം കഴിക്കാത്തൊരു പരിചയമില്ലാത്തതിനാൽ ഒടുവിൽ
ഒടുവിൽ അഭിഷേകം കിട്ടുന്നില്ല എന്നുള്ള വിഷമത്തിൽ ഞാൻ വെള്ളവും കുടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. As I was not acclimatized to taking this food, I did not receive anointing. I made up the mind not to drink water anymore. എന്തിനേറെ പറയണം, എനിക്ക് കിടക്കെന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, തല ചുറ്റുകയാണ്. To make it short, I was hideous. I was not able to get to bed. പ്രായമുള്ളവർ തല ചുറ്റുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആ പ്രായത്തെ അനുഭവിച്ചു. When the aged people say that we are drowsy, I experienced that same in my younger days. പ്രിയമുള്ളവരെ, എനിക്ക് ആ ആഴ്ചയിൽ അഭിഷേകം കിട്ടിയില്ല. The same week I was not anointed. ഞാൻ എന്റെ ദൈവത്തോട് ഒരുപാട് കാര്യം ക്രമീകരിക്കാൻ ഉണ്ടായിരുന്നു. I had to rectify many things with my God. എന്റെ ജീവിതത്തിൽ ദൈവം ചില പ്ലാൻ വെളിപ്പെടുത്തിയതിന് ഞാൻ എന്നെ സമർപ്പിക്കേണ്ടിയിരുന്നു. I had to surrender to the will of God, that God get revealed unto me. ഇത് പുണ്യം കൊണ്ട് കിട്ടുന്നതോടെ അത് കിട്ടിപ്പോയേനെ. By a philanthropy if you can get, I would have got it. എന്നാൽ മറുഭാഗത്ത് On the counter side, ഒന്നാം ദിവസം തിങ്കളാഴ്ച on the first day it's Monday, 12 വയസ്സുള്ള ഒരു പെൺകുട്ടി a girl of 12 years old, അഭിഷേകം പ്രാപിച്ച് ഭക്ഷണം കഴിക്കുള്ള തീരുമാനത്തോടുകൂടി ഇരുന്നു. she also attended the meeting with the decision, I will take food only after being baptized by His ഉപവാസ anointing. പ്രാർത്ഥന തീരുമാനം 12 മണിയായപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. By 12 o'clock, she was not able to tolerate the starvation, went back to home, had food. അന്ന് വൈകിട്ട് നടന്ന കാത്തിരിപ്പോതിൽ ദൈവം അവൾക്ക് അഭിഷേകം കൊടുത്തു. Same evening at the tarry meeting, God anointed her. ഇതാരുടെ യോഗ്യതയല്ല, ഇത് ദൈവത്തിന്റെ കൃപയാണ്, ദയയാണ്, കരുണയാണ് അഭിഷേകം. Not the merit of anybody, mercy of God, compassion of God, grace of God, gift of God is this anointing. എത്രയോ നിർമ്മലന്മാരും നീതിമാന്മാരും നല്ല മനുഷ്യരുമായ ആളുകൾ അഭിഷേകം പ്രാപിക്കാത്തത് എനിക്കറിയാം. എന്നാൽ ദുഷ്ടനും പാപിയും ദോഷിയുമായ എന്നെ നീ അഭിഷേകം ചെയ്തു. Many outstanding people, holy people, men of honor stood anointed, but this wicked poor man was anointed by ഞാൻ God. ഇത്രയും പരത്തി പറഞ്ഞത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? അഭിഷേകം കിട്ടിയിട്ട് ആത്മാവിൽ നിറഞ്ഞിട്ട് അനേക നാളുകളായ നിന്ന സഹോദരി നിന്നോടാണ്. Why should I make such a detailed narration? Brother, sister, even after this anointing, for prolonged days, you are keeping off from getting filled by the Spirit of God. ദൈവം തന്നെ കരുണയാടി വിലപ്പട്ടി അഭിഷേകം നിനക്ക് തന്നിട്ട് ആത്മാവിൽ ആരാധിക്കാതെ, ആത്മാവ് നഷ്ടമാക്കി അന്യഭാഷ ആരാധിക്കാതെ ജീവിക്കുന്നെങ്കിൽ, By the mercy of God, God has given you His anointing. You are rather callous, indifferent. You are not being filled by the power of the Holy Spirit of God, not talking in tongue. If that piece is touched now, എങ്ങനെ കർത്താവിന് വരവെടുക്കപ്പെടാൻ കഴിയും? how can we take it up at the coming of the Lord? അഭിഷേകത്തിന്റെ തലവ നഷ്ടമാക്കിയവരെ ഇന്ന് രാത്രിയിൽ പുതുക്കിക്കൊള്ളുവീൻ. Those who squandered the experience of the fullness of anointing, tonight renew the same. ഭാഷണം അനേക നാളുകളായി നിന്നുപോയവരെ ദൈവം നൽകിയ ഭാഷ ഇന്ന് രാത്രിയിൽ തിരികെ പ്രാപിച്ച് ദൈവത്തോട് സംസാരിച്ച് തൃപ്തിയാവുമെന്നും ആത്മീയ വർദ്ധനവ് പ്രാപിച്ചുകൊള്ളുവീൻ. Touching some, the experience of talking tongues is ceased in your life. Tonight, make up your mind, make a decision, renew the same, just as spontaneously, till it is inadequate, talk in tongues. അങ്ങനെയെങ്കിൽ കാഹളധ്വനിയോടുകൂടെ കർത്താവ് ആകാശമേഘങ്ങളിൽ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ പൂർണ്ണപ്പെടുത്തി തന്റെ മഹാശക്തിയാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി അവൻ വേഗങ്ങൾ എടുക്കുമാറാക്കും. If that being so, when the Lord is coming with His voice of trumpet, this Holy Spirit shall transform us, translate us, change us, perfect us, and make us to be raptured. ഞാൻ ഒരു വിഷയം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Let me highlight one more point and wind up my words. മരണത്തിന് വിധിക്കപ്പെടുന്നവരിൽ മാരക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്. There are people who are sentenced to be killed, people who are suffering from fatal sicknesses are there. ചില മാരക രോഗങ്ങളാൽ പിടിപെട്ട് കഴിയുമ്പോൾ വലിയ നിരാശ ഉള്ളിലേക്ക് വരികയാണ്. എന്റെ മരണം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. As some are afflicted with formidable sicknesses, great frustration penetrates their heart. Alas, my faith is sealed. ക്യാൻസർ സെന്ററിൽ ആ ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്തപ്പോൾ തിരുവനന്തപുരം RCC കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തവരുണ്ട്. There are people who are diagnosed with the cancer on the tower of the RCC at Trivandrum. Because of the fear, frustration, many people jumped, committed suicide. ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ചു കഴിയുമ്പോൾ സ്വയം തീരുമാനിക്കുകയായി, ഒരു ഭയം വരികയായി, എന്റെ മരണവിധിയാണിത്. When some old diseases make their onslaught upon them,
they're frustrated. They themselves make the decree, my fate is sealed here. എനിക്കിനി വിടുതലില്ല, എനിക്കിനി സൗഖ്യം ലഭിക്കുകയില്ല, എന്റെ ആയുസ് നാളുകൾ ചുരുങ്ങിയിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നവരെ ഞാൻ നിങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. There's no more deliverance, no more escape from this. The days of my life have been shortened. Let me tell you one thing. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്തിനൊക്കെയാണെന്ന് വിശദമായി അറിഞ്ഞിട്ടുണ്ടോ? Lord Jesus Christ, Son of Man, died on Calvary. What for? Do you know the details? ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷവും പറയുന്ന ഒരേ ഒരു കാര്യം, യേശു ക്രൂശിൽ മരിച്ചത് പാപികളുടെ രക്ഷയ്ക്ക്, നമ്മുടെ പാപമോചനത്തിന് അത്രമാത്രം. Lions of the Christians just come out with only one opinion. Lord Jesus Christ died on the cross of Calvary only for the remission of our sins. ക്രൂശിൽ അവൻ ഒരു മരക്കുരിശിൽ മരിച്ചത് അത് ശാപത്തിന് വിടുവിക്കാനാണ് ഗുണം കൂടെ ചേർത്ത് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. There's another group which is adding to this opinion. He died on the rugged wooden cross to deliver us from the clutches of curse too. പക്ഷേ അതിപ്രധാനമായ ഒരു കാര്യം ഇന്നും അറിഞ്ഞിട്ടില്ല, അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. Even today the most prominent secret you fail to understand. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നിന്ന് ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു കൊള്ളട്ടെ. Let us read from Isaiah chapter 53. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. Verses 3 to 5. He is despised and rejected of men, a man of sorrows and acquainted with grief, and we hid as it our faces from him. He was despised and we esteemed him not. Surely he had borne our griefs and carried our sorrows, yet we did esteem him stricken, smitten of God, and afflicted. But he was wounded for our transgressions, he was bruised for our iniquities. The chastisement of our peace was upon him, and with his stripes we are healed. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം, ആ തിരുസ്വരൂപം ചിത്രകാരന്മാർ വരച്ചത് ലോകത്തിലെമ്പാടും കാണാൻ കഴിയും. Throughout the world we can notice the portraits, pictures of the crucified Lord Jesus Christ by the painters in different angles. കണ്ടാൽ അതിസുന്ദരനായ ഒരു മനുഷ്യൻ അത് ക്രൂശിൽ കിടക്കുന്നതായ വിധത്തിലാണ് അത് വരച്ചിരിക്കുന്നത്. It is portrayed in the fashion the most handsome person is hanging on the cross. പക്ഷേ ഇത് സംഭവിക്കുന്നതിന് മുൻപ് ആത്മാവിൽ ഇത് കണ്ടതായ യെശയ്യാവ് യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു തന്നിരിക്കുകയാണ്. Before physically this takes place, in the spirit here the prophet portrays this before our eyes. അതിങ്ങനെയാണ് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും അവൻ വ്യസനപാത്രമായും ദുഃഖം ശീലിച്ചവനായും ഇരുന്നു. Despised, rejected by men, man of sorrows, acquainted with grief. അവൻ അത്ര നിന്ദിതനായിരുന്നു എന്ന് വെച്ചാൽ അവനെ കാണുന്നവര് ഒന്നുകൂടെ നോക്കാൻ തുനിയാതെ മുഖം മറച്ചു കളഞ്ഞു പോയി വരുന്നു. Despised, reproached, hated. A person looks at him once, he will hate and turn off his countenance. അവന് രൂപഗുണമില്ല, സൗന്ദര്യമില്ല, അത് കോമളത്വമില്ലാത്ത ഒരു രൂപം. Visage is marred, face is disfigured, handsomeness is bruised, everything is lost now. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. Because he himself bore all of our sicknesses. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. He took upon him all of our pain. നാം വിചാരിച്ചത് അവന്റെ തെറ്റിന് ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുകയാണെന്ന്. We thought because of his sins, Heavenly Father wounded him, chastened him, and attacked him. എന്നാൽ അവന്റെ ഈ ദയനീയ രൂപത്തിന്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണെന്നോ? What is the reason for this desperate appearance? അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നിരിക്കുന്നു. Wounded for our transgressions, bruised for our iniquities. നമുക്ക് സമാധാനം വരാനുള്ള, നമുക്ക് വിടുതൽ കിട്ടാനുള്ള ആ ശിക്ഷ അവന്റെ മേലായി. Chastisement of our peace,
chastisement of our deliverance, our healing rest upon him. അവന്റെ ശരീരത്തിൽ കാണുന്ന അടിപ്പിണരുകൾ, അടിപ്പാടുകൾ, മുറിവുകൾ നിമിത്തം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By the stripes on his body, we are healed of our sicknesses. യേശു ക്രൂശിൽ മരിച്ചതിന്റെ പ്രധാനമായ ഒരു കാരണം നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. The quintessential purpose with which Jesus died on the cross is our healing. ഈ രോഗം കൊണ്ടുവന്ന് സാത്താൻ നമ്മളെ ആരും പറഞ്ഞു വഞ്ചിക്കരുത് കേട്ടോ. Devil should not bring this sickness before you and deceive you. അയ്യോ, നല്ല ഒന്നാന്തരം ബന്ധക്കോസ്തുകാർക്ക് രോഗം വരുമ്പോൾ പറയുന്നത് സ്തോത്രം, എന്റെ ശുദ്ധീകരണത്തിന് ദൈവം ഒരു ഡയബറ്റിക് തന്നു, ഇനി ശുദ്ധീകരിച്ച് ഒരു ദിവസം ഞാൻ അങ്ങ് പറന്നങ്ങ് പോകും. When strong Pentecostal people afflicted with this sugar, they say, God is given me diabetics for his sanctification. I'll be sanctified again and again. One day I'll fly off from here. ഈ പാവം ദൈവത്തിന് വചനമോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമോ ദൈവത്തിന് വചനമോ പുണ്യാക രക്തമോ ഒന്നും പോരായിട്ട് ശുദ്ധീകരിക്കാൻ ഡയബറ്റിക് വേണമായിരുന്നു, ക്യാൻസർ വേണമായിരുന്നു, അൾസർ വേണമായിരുന്നു പോലും. The word of God, the promise of God, the blood of God, if the power of God is not required to cleanse you, you need to have an ulcer, you need to have a diabetic sanctification. Isn't it that so? ഈ ദൈവദൂഷണം ഒരിക്കലും ഇനി വായിന്ന് വരരുതേ. This blasphemy should not come out of your mouth again. ദൈവ രോഗം തന്നിട്ടില്ല. God has never given, is not giving any sickness. ഈ രോഗം നമ്മുടെ ശരീരത്തിൽ വരുത്തുവാൻ നാം അനുവദിച്ചതിനാൽ പിശാച് അത് കൊണ്ടുവന്നിരിക്കുകയാണ്. As we allow in our body, this devil is injecting the same on our body. രോഗ അണുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ ആക്രമിച്ച് കയറി കീഴടക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് നാം രോഗികളായത്. The sick particles, they got the opportunity with the assault, onslaughts, they find place on our body. നമ്മളെ സൗഖ്യമാക്കണമെന്ന് മാത്രമേ നമ്മളെ യേശുവിന് ആഗ്രഹമുള്ളൂ. Jesus has the only objective, simply he wants to heal us. അതുകൊണ്ട് രോഗം വരുമ്പോൾ ദൈവം തന്നു എന്ന് പറയാതെ, ഓ ഇത് സാത്താൻ കൊണ്ടുവന്നു, ഇത് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റു പറഞ്ഞാട്ടെ. Once in afflicted sickness, don't say, God has given this, tell, this was brought by the devil. God is willing to cleanse me of, heal me. മാറാ രോഗവും തീരാ രോഗവും പ്രയോഗമുണ്ട്. എന്നാൽ മാറാ രോഗങ്ങൾ മാറും, തീരാ രോഗങ്ങൾ തീരും യേശുവിന്റെ നാമത്തിൽ. Unceasing sicknesses, incurable diseases, that's how the maxim goes. Unceasing sicknesses, incurable diseases shall be cleansed by the name of Jesus. ആയുസ് തീർന്നാലും വീട്ടിത്തരുന്നതിന് അധികാരമുള്ള സൃഷ്ടാവ് നമ്മുടെ ദൈവം. Even though the life is exhausted, our God is able to extend the days of your life. ഹിസ്കിയാ രാജാവിന് ആയുസ് തീർന്നപ്പോൾ ദൈവം അവനെ അറിയിച്ചു. King Hezekiah, as the life was exhausted, Lord informed him. എന്നാൽ അവന് കരഞ്ഞപ്പോൾ ദൈവന്റെ ആയുസ് 15 വർഷം നീട്ടിക്കൊടുത്തു. When he cried, the Lord extended the days unto 15 more years. എന്റെ ആയുസ് ദൈവം പല പ്രാവശ്യം നീട്ടിത്തന്നു. My God has extended my lifespan on many occasions. ഇനിയും ദൈവം നീട്ടിത്തരുമെന്നും കർത്താവിന്റെ ശുദ്ധ മഹത്വത്തിനായി ഞാൻ ജീവിക്കുമെന്ന് ശുശ്രൂഷ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. I believe in the name of the Lord. I'll do the ministry, remain in the Lord to do his ministry again. എന്റെ കാലഗതികൾ ദൈവത്തിന് കയ്യിലിരിക്കുന്നു. ദൈവം എനിക്ക് സമാപ്തി വരുത്തും. ഒരു പിശാചിനും ഒരു രോഗത്തിനും സമാപ്തി വരുത്തുവാൻ, ജീവൻ അവസാനിപ്പിക്കുവാൻ അധികാരമില്ല. My times are in the hands of God. He will bring perfection in my life. No sickness, no devilish force can bring perfection or end to my life. ഈ കൊറോണയ്ക്ക് ശേഷം പലർക്കും അറ്റാക്ക് കൂടിയിരിക്കുകയാണ്. After this pandemic corona, many people had the severe attack. കൃത്യം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു വ്യക്തിയെ കണ്ടു. 2 weeks ago, I met a person. താൻ പറഞ്ഞു, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ 2 മണിക്ക് ഒരു വലിയ രൂപം വന്നതിന് മുൻപിൽ നിന്നു. He told me midnight 2 o'clock, when I was sleeping, a horrible image appeared before me. എന്നോട് പറഞ്ഞു, നിന്റെ ആയുസ്സിന്റെ നാളുകൾ തീർന്നിരിക്കുന്നു. He told me the days of lifespan are over. ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, I looked at him and said, ഞാനിപ്പോൾ മരിച്ചാൽ എന്റെ ദൈവം എന്നോട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കൊരു തൃപ്തികരമായ മറുപടി പറയാൻ ഇല്ലല്ലോ. If I die now, if I go to the presence of God, may God ask me, what you have done for me? I do not have a satisfactory response to give. എന്റെ ആയുസ്സിനെ കുറെ നാൾ നീട്ടി തന്നാൽ ഞാൻ ഇനിമേൽ ദൈവ ഇഷ്ടം ചെയ്തുകൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു. If the Lord extends the days of my life hereafter, I will do the will of my God. ആ വന്ന രൂപം ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ അകന്നു പോകുന്നത് കണ്ടു. That figure emerged as fast as the jet that we drove. തന്റെ മരണം ഒഴിവായി.
death was released to them. അതിന് മെഡിക്കലി ഒരു കൺഫർമേഷൻ ഉണ്ടായി. There is a medical confirmation. തനിക്ക് ശരീരത്തിന് ക്ഷീണം തോന്നി. And he is weary in the body. തന്റെ മകള് പറഞ്ഞു, ചുമ്മാ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്താട്ടെ, വേരിയേഷൻ വല്ലതും ഉണ്ടോ നോക്കിയാ. His daughter suggested, go have a checkup if there is any variation. ഒരു ബൈക്ക് ഓടിച്ച് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് ചെന്നു. അവര് ചെക്ക് ചെയ്തു. He rode on the bike, visited the district hospital, had a checkup. അവര് പറഞ്ഞു, ഞങ്ങള് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്തിരിക്കുക, വന്നിട്ടുണ്ടോ? We refer you to the medical college. അദ്ദേഹം പറഞ്ഞു, എനിക്കെന്നൊക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ബൈക്കിൽ വന്നയാളാ, പിന്നെ എന്റെ കൂടെ ഒരാൾ വന്നേക്കും, അപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? He said, no problem for me, I rode on the bike, a person accompanied me, is there any problem? അവര് വിഷയമൊന്നും പറയുന്നില്ല. ആ ഡോക്ടർ തന്നെ 100 നമ്പർ വിളിച്ച് ആംബുലൻസ് ഒന്ന് ഇദ്ദേഹത്തെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. They do not divulge anything. The doctor just called for ambulance. This man was sent to the medical college. അവിടെ ICU അഡ്മിറ്റ് ചെയ്തു. He was admitted to the ICU. അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. Remaining there, he cried unto God. കർത്താവേ, എനിക്ക് എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞുകൂടാ. Oh Lord, I do not know what is the problem with എന്നാൽ me. എന്റെ മരണവിധിയെ മാറ്റിമറിക്കുവാൻ നിനക്ക് അധികാരമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് I പറഞ്ഞു. know you have got the authority to just change the judgment of death. താൻ സ്വയം മറന്ന സ്ഥലം മറന്ന് നിലവിളിക്കുകയായിരുന്നു. He forgot the circumstances, forgot himself and cried aloud. അതിനുശേഷം തന്റെ ആ ഒരു ലാബിലേക്ക് സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പറ്റം ഡോക്ടർമാര് പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് 20 മിനിറ്റ് തന്നെ അടിമുടി ചെക്കപ്പ് ചെയ്തു. He was brought within a group team of doctors, experts checked him top to bottom. ഒടുവിൽ പറഞ്ഞൊരു വാചകം ഇതാണ്, This is a final statement pronounced. നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. Now there's no problem for you. നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നു, പക്ഷേ പോയി. You had an attack, but that was over. അത് മെഡിക്കലി അത് ഉറപ്പാക്കപ്പെട്ടു. It was medically confirmed. മരണശിക്ഷയ്ക്ക് രോഗത്താൽ വിധിക്കപ്പെട്ടെങ്കിൽ അതിനെ നീട്ടിത്തരുന്ന ഒരു ദൈവം The ജീവിക്കും. one who was sentenced to death by means of medical science, the Lord is able to overturn it. ഇവിടെ ഇരിക്കുന്ന ചില പേര് ഹാർട്ട് അറ്റാക്ക് എന്ന വിഷമത്താൽ കഷ്ടപ്പെടുന്നവരുണ്ട്. Today in this congregation, many are suffering from the phenomenon heart attack. ഈ ഹാർട്ട് സൃഷ്ടിച്ചവന് ഈ ഹാർട്ടിന്റെ തകരാറ് മാറ്റി ആയുസ്സിനെ നീട്ടുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? Can you believe the one who created the heart, he can rectify the damage in the heart, he can extend the days of the heart. കരളിനെ സൃഷ്ടിച്ചവന് കരളിനെ സൗഖ്യമാക്കി കഴിയുമെന്ന് വിശ്വസിച്ചു കൂടെ? Can't you believe the one who created the liver, he can just heal the liver. ശ്വാസകോശത്തെ സൃഷ്ടിച്ചവന് ശ്വാസകോശ സംബന്ധമായ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു കൂടെ? The one who created the respiratory system, can't he heal it? Can't he expand the days of your life? കുടലിനെ സൃഷ്ടിച്ചവൻ, നട്ടലിനെ സൃഷ്ടിച്ചവൻ അതിനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു കൂടെ? The one who created the intestine, created the backbone, can't he heal and rectify it? അദ്ദേഹത്തിന്റെ ശരീരത്തെ കാർന്ന് തിന്നുവാൻ ഒരു ക്യാൻസറിന്റെ വ്യാധി കടന്നാലും അണുക്കളെ നശിപ്പിച്ച് ഇതിന്റെ ആയുസ്സിനെ നീട്ടുവാൻ സൃഷ്ടാവിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അതങ്ങനെ സംഭവിക്കും. If a cancerous cancer corrodes your life, the Creator is able to rectify and heal you. നിങ്ങളുടെ രോഗമേതുമായി കൊള്ളട്ടെ, What might be your sickness, ഡോക്ടർമാർ കൈവിട്ടിരിക്കാം, doctors might leave you behind. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കാം, There is nothing more to be done with you, ചികിത്സയെല്ലാം വിഫലമായിരിക്കാം. and all the expectation is adverse. മരണത്തിന് വിധിക്കപ്പെട്ടവരെ വിധിയെ മാറ്റി എഴുതുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. Those are sentenced to death, the Lord who is able to just amend the same tonight has come to us right now. ആ ദൈവം ഇവിടെ വന്നിരിക്കുന്നത് വിടുവിക്കാൻ വന്നിരിക്കുകയാണ്. He has come here in order to deliver you. ഞാൻ ഇവിടെ വന്നത് എന്നെ ദൈവം വിടുവിച്ചയക്കാൻ വേണ്ടിയാണ്. Just keep in mind, I come here to be delivered by അത് God. വിശ്വസിക്കുന്നവർ മാത്രം, എല്ലാവരും വേണ്ട, വിശ്വസിക്കുന്നവർ മാത്രം കൈയുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ ദൈവം എന്നെ വിടുവിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഇരിപ്പിടുന്ന എഴുന്നേറ്റ് മുൻപോട്ട് വരിക. Those who believe God is going to deliver me, please from his position stand up. നിങ്ങൾ മുൻപോട്ട് വരുമ്പോൾ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ആവസിക്കാൻ പോകും. When you come forward, the power of God is going to touch you. യേശുവിന്റെ നാമത്തോടെയാണ് അത്ഭുതങ്ങളും ഇന്നും നടക്കുന്നു. Here in the name of Jesus, even today, there are miracles and wonders. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേക വരവും അത്ഭുത പ്രവൃത്തിയും ശക്തിയുണ്ട് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിന് മനസ്സലിഞ്ഞ് വിടുവിപ്പാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We don't believe we got a special gifts and talents, but we believe in the name of the true living God, He is able to effect wonders, miracles and healings in your life. ഒരു യേശുവേ നിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു പാടി കോർസ് പാടിയാട്ടെ.
വിശ്വസിക്കുന്നവർ, ഒരു വിടുതൽ വേണ്ടവര് എഴുന്നേറ്റ് മുൻപോട്ട് വരിക. Those who believe, those who want to deliver, please come forward. എല്ലാവരും വേണ്ട, വിടുതൽ ആഗ്രഹിക്കുന്നവർ മാത്രം മതി. Not all. Those who want the real deliverance, come ഇന്ന് forward. രാത്രി എനിക്ക് സൗഖ്യം വേണം. Tonight, I want to have healing. ഇന്ന് രാത്രി ഞാനിവിടെ വന്നത് ദൈവം എന്നെ വന്നതുപോലെ അയക്കാനല്ല. Tonight, God has brought me not to send me back as I have come. എന്റെ ദൈവമാണ് എന്റെ ഈ പന്തൽ കീഴിൽ കൊണ്ടുവന്നത്. My God himself has brought me here. എന്റെ ദൈവം എന്റെ സൃഷ്ടാവാണ്. My God is my creator. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe there is nothing impossible but to him. എന്നെ വന്നതുപോലെ അയക്കാതെ എന്നെ സൗഖ്യമാക്കി അയക്കുവാൻ എന്റെ ദൈവത്തിന് മഹാശക്തി ഉണ്ട്. My God has mega power to heal me and send me, not as I come here. ഞാൻ മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹാശക്തിയാൽ എന്നെ രക്ഷിക്കുവാൻ പോകുന്നു. Even I am declared to death, by the power of God tonight, I am going to be delivered therefrom. ഇരിക്കാൻ സ്ഥലമിൽ നമുക്ക് നിൽക്കാം. And if you are not able to simply stand, ഏറ്റവും പുറകിൽ നിൽക്കുന്നവര് വരട്ടെ, നിങ്ങൾ മുൻപോട്ട് വന്നാട്ടെ. those on the rear side, if you are in need of healing, come forward. യേശുവേ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഈ പാട്ടറിയാവുന്നവർ ചേർന്ന് പാടുക. Those who know this song together sing this. അറിഞ്ഞുകൂടായെങ്കിൽ കേട്ടുപെടാവുന്നതേ ഉള്ളൂ. Who do not know, just hear and sing. നടക്കുന്നു, ഭൂതമോടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. കൈകളടിച്ച് പാടിയാട്ടെ. ഭൂതമോടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. നിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. വിശ്വസിക്കുക. മഹിമ മാറുന്നില്ല. നിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. നിന്റെ പുനരുത്ഥാന മഹിമ മാറുന്നില്ല. യേശുവേ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. യേശുവേ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഭൂതമോടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. ഭൂതമോടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. നിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. നിന്റെ പുനരുത്ഥാന മഹിമ മാറുന്നില്ല. നിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. നിന്റെ പുനരുത്ഥാന മഹിമ മാറുന്നില്ല. ഹല്ലേലൂയ. Hallelujah. 79 സങ്കീർത്തനം 11 വാക്യം ഒരു പ്രാർത്ഥനയാണ്. Psalm 17 verse 11 is a prayer. ബദ്ധന്മാർ ദീർഘശ്വാസം നിന്റെ മുൻപാകെ വരുമാറാകട്ടെ. So let the sign of the prisoner come before thee. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. According to the greatness of thy power, preserve thou those that are appointed ഈ to die. പ്രാർത്ഥന ദൈവം കേൾക്കുമോ? Will God hearken to this ഈ cry? പ്രാർത്ഥന ദൈവം കേട്ടുവോ? Had God heard this cry? 102 സങ്കീർത്തനം Psalm 104 21 വാക്യം. verse 21. അതിന് ഉത്തരം അവിടെ വന്നു കഴിഞ്ഞു. Reply is given there. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. Please incline. ബദ്ധന്മാർ ഞരക്കാൻ കേൾപ്പാനും In order to hear the sighing of the prisoners, മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും to liberate the ones appointed to die. യഹോവയുടെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി From the holy mountain God has come down. സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കാൻ പാർത്തുവല്ലോ. From heaven God looked upon the earth. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. Let's all close our eyes. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. For your prayer, the answer is given. പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു കഴിഞ്ഞിരിക്കുന്നു. Your prayer is answered. മരണത്തെ നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ You not liberate the ones appointed to die. ഉയരത്തിൽ നിന്ന് നോക്കിയിരിക്കുന്നു. From heaven He has looked upon കണ്ണ് നിന്നെ you. കണ്ടിരിക്കുന്നു. He has seen your നിന്റെ pain. അവസ്ഥ അറിഞ്ഞിരിക്കുന്നു. He has known your state. അവരത്ര കണ്ണുകൊണ്ട് നിന്റെ അവസ്ഥയെ മനസ്സിലാക്കി നിനക്ക് ഉത്തരം തന്നിരിക്കുന്നു. He has known the state of sickness, has answered your cry. ആരാധിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. Worship unto the Lord. ആരാധിച്ചാട്ടെ. Worship unto the Lord and clap. ആത്മാവ് നിറഞ്ഞ് ആരാധിച്ചാട്ടെ. In the spirit worship. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ദയവായി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. Let me add one more thing.
ആ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ദൈവമക്കൾക്ക് People of God who are anointed, രോഗസൗഖ്യം വരുന്നത് divine healing is coming അഭിഷേകത്തിലൂടെ മാത്രമാണ്. is through anointing only. അഭിഷേകം പ്രാപിച്ച നീ ആത്മാവിൽ നിറയാതെ രോഗസൗഖ്യം വരികയില്ല. You who are anointed, unless you are filled with this ഈ anointing, you cannot have this പരിശുദ്ധാത്മാവ് healing. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. There is a power anointing quickening the ഈ dead. ആത്മാവിനാൽ നിറയപ്പെടാതെ സൗഖ്യം വരികയില്ല. Without being filled with anointing, there is no healing for you. ആകയാൽ ആത്മാവിൽ നിറഞ്ഞുകൊള്ളുക. Be filled with the ശക്തി Spirit. ഇറങ്ങുന്നു, Be filled with power. അഭിഷേകം ഇറങ്ങുന്നു. Anointing comes upon you. ദൈവത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല. The power of God is not great. പുനരുത്ഥാന മഹിമ മാറിപ്പോയിട്ടില്ല.